ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മഞ്ഞപ്പട ഒരു അടിയന്തരമായ യോഗം കുറച്ചു മുൻപ് സംഘടിപ്പിച്ചിരുന്നു. കരോലിസ് സ്കിൻകിസ്, അഭിക് ചാറ്റർജി, നിഖിൽ എന്നിവർ ഇതിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥനായ നിഖിൽ മുൻ പരിശീലകനായിരുന്ന ഇവാൻ വുക്കുമനോവിച്ചിനെ ഇപ്പോൾ പരാമർശിച്ചിട്ടുണ്ട്. വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതായത് ഇവാന്റെ സമയത്ത് ചില വിദേശ താരങ്ങൾ പോകാനുള്ള കാരണം അത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അല്ല, ഇവാൻ വുക്കുമനോവിച്ച് ആണ് എന്നാണ് നിഖിൽ പറഞ്ഞിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ ചോദ്യം ചെയ്യുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവാനെ ചോദ്യം ചെയ്തുകൂടാ, നിങ്ങൾ എന്തുകൊണ്ട് ഇവാൻ വുക്കുമനോവിച്ചിനെ ചോദ്യം ചെയ്തില്ല എന്നുകൂടി നിഖിൽ ഇപ്പോൾ ആരാധകരോട് ചോദിക്കുന്നുണ്ട്. മാഗ്നം സ്പോർട്സിന് ബിസിനസ് മൈൻഡ് ഇല്ല എന്ന കാര്യം കൂടി നിഖിൽ ഇപ്പോൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ജോർഹെ പെരേര ഡയസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ ആഗ്രഹിച്ചപ്പോൾ അതിന് അനുമതി നൽകിയത് ഇവാൻ വുക്കുമനോവിച്ച് ആണ്. പുതിയ സ്ട്രൈക്കറെ സൈൻ ചെയ്യാം എന്നാണ് ഇവാൻ പറഞ്ഞത്. പരിശീലകർ എടുക്കുന്ന തീരുമാനത്തോടൊപ്പമാണ് മാനേജ്മെന്റ് നിലകൊള്ളുക. ഞങ്ങൾ മാഗ്നം സ്പോർട്സിന് ബിസിനസ് മൈൻഡ് ആയിരുന്നുവെങ്കിൽ ഒരിക്കലും വിദേശ താരങ്ങളെ ഞങ്ങൾ നിലനിർത്തുമായിരുന്നില്ല. ബജറ്റ് കുറക്കാൻ വേണ്ടി എല്ലാ വിദേശ താരങ്ങളെയും ഞങ്ങൾ ഒഴിവാക്കുമായിരുന്നു. ഞങ്ങൾ ഒരിക്കലും ബിസിനസ് മൈൻഡോടുകൂടി ഈ ടീമിനെ കണ്ടിട്ടില്ല. മാനേജ്മെന്റിന് ചോദ്യം ചെയ്യാൻ ഇപ്പോൾ ആരാധകർ റെഡിയായിട്ടുണ്ട്. എന്നാൽ വിദേശ താരങ്ങളെ കൈവിട്ട ഇവാനെ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല? ഇതാണ് നിഖിൽ ഇപ്പോൾ മഞ്ഞപ്പടയുടെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ആരാധകർ മാനേജ്മെന്റിനെ ചോദ്യം ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് ഇവാനാശാനെ ചോദ്യം ചെയ്തില്ല എന്ന ഒരു ചോദ്യമാണ് നിഖിൽ ഇപ്പോൾ ഉയർത്തുന്നത്. അതായത് ബ്ലാസ്റ്റേഴ്സിലെ പല വിദേശ താരങ്ങളെയും കൈവിടാനുള്ള ഒരു അനുമതി അത് ഇവാൻ വുക്കുമനോവിച്ച് കൂടി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇവാനെ ഇതിലേക്ക് വലിച്ചിഴച്ചത് ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.